How many digits are there in total? Which are they? ആകെ എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ഡിജിറ്റ്സ് നമുക്കറിയാം 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഈ ഇത്രയും ഡിജിറ്റ്സാണ് ഉള്ളത്. ഇവർ ടോട്ടല് 10 ആണ്. 10 ഡിജിറ്റ്സ് ഉണ്ട്. ആൻഡ് ഹൗ മെനി 1 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദയർ? 1 ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ 1 തൊട്ടാണ് തുടങ്ങുന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9 അല്ലെ? അവിടെ 0 നമ്പർ ആകിയിട്ടില്ല. 0 ഡിജിറ്റിനെ കൂട്ടുന്നുള്ളൂ. 0യെ 1 ഡിജിറ്റ് നമ്പർ ആയിട്ട് കണക്കാക്കാറില്ല. അതുകൊണ്ട് 1 ഡിജിറ്റ് നമ്പേഴ്സിന്റെ എണ്ണം പറയുമ്പോൾ 9 നമ്പേഴ്സേ ഉള്ളൂ 1 ഡിജിറ്റ് നമ്പേഴ്സ് ആയിട്ട്. ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദയർ? 2 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 10ലാണ് അല്ലെ? 2 ഡിജിറ്റ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10ലും അവസാനിക്കുന്നത് 99ലുമാണ്. അപ്പൊ ഈ 10ന്റെ തൊട്ട് മുമ്പുള്ളത് ആരാ? 9 ആണ് അല്ലെ? നമ്പേഴ്സിന്റെ ഓർഡറിൽ ഇങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ 10ന്റെ തൊട്ട് മുമ്പിൽ 9 ആണ്. പക്ഷെ 9 ആരല്ല? അതൊരു 1 ഡിജിറ്റ് ആണ്, 2 ഡിജിറ്റ് നമ്പർ അല്ല. അതുകൊണ്ട് 99 മൈനസ് 9 ചെയ്താൽ 90 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് ഉള്ളത്. ഇനി ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദയർ? 3 ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 100ലാണ്, അവസാനിക്കുന്നത് 999 അല്ലേ? 999ലാണ്. അപ്പം എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ 999 മൈനസ് 100 പോരാ, 100ന്റെ തൊട്ട് മുമ്പുള്ള നമ്പർ 99 ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 900 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് മൊത്തത്തിലുള്ളത്. How many 3 digit numbers have 3 digits 1, 3 and 5? അപ്പോൾ 1, 3, 5 ഈ 3 അക്കങ്ങൾ അല്ലെ ഡിജിറ്റ്സ് വെച്ചിട്ട് 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കണം. അതായത് 3 പൊസിഷൻസ് ഉണ്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ. ആകെ അവിടെ ഫില്ല് ചെയ്യാൻ പറ്റുന്നത് 1, 3, 5 അതായത് 3 ഡിജിറ്റ്സ് വെച്ച് ഫില്ല് ചെയ്യണം. അപ്പൊ ഇവിടെ എനിക്ക് ഈ തന്ന 3 ഡിജിറ്റ്സിൽ ആരെ വേണമെങ്കിലും വെക്കാം. ഓക്കെ, അത് ഇവിടെ ഒരു നമ്പർ ഞാൻ ഓൾറെഡി വെച്ച് കഴിഞ്ഞു 3 എണ്ണത്തില്. ബാക്കി 2 എണ്ണേ ഉണ്ടാവുള്ളൂ. ആ 2 എണ്ണം ഇവിടെ വെക്കാം അല്ലേ? അപ്പോ ഒരെണ്ണം ഇവിടെ വെച്ചു, വേറൊരെണ്ണം ഇവിടെ വെച്ചു. 2 ഡിജിറ്റ്സ് ഇപ്പൊ യൂസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി 3 എണ്ണമായിരുന്നു മൊത്തം ഉള്ളത്. അതിൽ 2 എണ്ണം നമ്മൾ യൂസ് ചെയ്താൽ ബാക്കി 1 ഉള്ളൂ. അപ്പോൾ 3 × 2 × 1 അതായത് 6 അല്ലെ? 6 നമുക്ക് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. 6 നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് എന്നായിരുന്നു ചോദിച്ചത്. അപ്പം 6 3 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് ഈ 3 ഡിജിറ്റ്സ് വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. How many 4 digit numbers are possible with 1, 3, 5, 7 as the digits? അപ്പൊ 1, 3, 5, 7 4 ഡിജിറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കേണ്ടത് 4 ഡിജിറ്റ് നമ്പറാണ്. 1, 2, 3, 4 ഈ 4 പ്ലേസസ് നമ്മൾ ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്യാൻ തന്നിരിക്കുന്നത് ആകെ 4 ഡിജിറ്റ്സ് ആണ്. അപ്പൊ 4 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും ഇവിടെ വെക്കാം അല്ലെ? 1 വേണമെങ്കിൽ വെക്കാം, 3 വെക്കാം, 5 വെക്കാം, 7 വെക്കാം. ഏതെങ്കിലും ഒരെണ്ണം ഇവിടെ നമുക്ക് ഫിക്സ് ചെയ്യാം. ബാക്കി ഒരെണ്ണം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ബാക്കി 3 എണ്ണം ഉണ്ടാവും ഡിജിറ്റ്സ് അല്ലെ? അപ്പൊ ആ 3 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും ഇവിടെ വെക്കാം. ഇപ്പം ഇവിടെ ഒരെണ്ണം വെച്ചു, ഇവിടെയും ഒരെണ്ണം വെച്ചു. 2 ഡിജിറ്റ്സ് നമ്മൾ യൂസ് ചെയ്തു. ബാക്കി 2 ഡിജിറ്റ് ഉണ്ടാവുക. കാരണം മൊത്തത്തില് 4 ഡിജിറ്റ് ഇല്ല തന്നേക്കുന്നേ. 2 എണ്ണം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 2 പിന്നെ ഇപ്പോഴോ 1, 2, 3 പ്ലേസസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 1 ഡിജിറ്റ് ആയിരിക്കും ബാക്കി ഉണ്ടാവുക. അപ്പൊ 4 × 3 × 2 × 1 അത് 4 × 3 12, 12 × 2 24. 24 നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും 4 ഡിജിറ്റ്സ് ഉള്ള. 4 ഡിജിറ്റ് നമ്പേഴ്സ് 24 എണ്ണം ഈ 4 ഡിജിറ്റ് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. നമ്പർ ഓഫ് 3 ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് ഡിജിറ്റ് 0, 1, 3 എത്രയാണെന്ന് ചോദിക്കുന്നത്. ഫൈൻഡ് ദ നമ്പർ ഓഫ് 3 ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് ഡിജിറ്റ്സ്. അപ്പൊ 3 ഡിജിറ്റ് നമ്പർ ആണ് വേണ്ടത്. 1, 2, 3 പ്ലേസസ് ഫില്ല് ചെയ്യാനുണ്ട്. തന്നിരിക്കുന്നത് 0, 1, 3 ആണ്. അപ്പോ ഇവിടെ എനിക്ക് 0 വെക്കാൻ പറ്റത്തില്ല അല്ലെ? ഫസ്റ്റ്, കാരണം 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്പർ 0 ആവാൻ പറ്റത്തില്ല. അതുകൊണ്ട് 0 പറ്റത്തില്ല. ഒന്നുകിൽ 1 വെക്കാം അല്ലെങ്കിൽ 3 വെക്കാം. 1ഉം 3 മാത്രമേ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 2 ഓപ്ഷൻസ് ഉണ്ട് ഈ ഫസ്റ്റ്, അതായത് 100 പ്ലേസിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട് 2 ഡിജിറ്റ്സേ ഉള്ളൂ. ഇവിടെ ഒരു ഡിജിറ്റ് ഞാൻ യൂസ് ചെയ്താല് ഇവിടെ എനിക്ക് 0 അല്ലെങ്കിൽ 1 ആണ് ഇവിടെ വെച്ചെങ്കിൽ ഇവിടെ 0 അല്ലെങ്കിൽ 3 വെക്കാം, അല്ലെങ്കിൽ 0യും 1ഉം വെക്കാം. ഇതിൽ 1 ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് 1 വെക്കാൻ പറ്റത്തില്ലല്ലോ. 3 ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് 3യും വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പക്ഷെ 0 എനിക്ക് ഈ സെക്കൻഡ് പൊസിഷനിലും വെക്കാം ആണല്ലോ. കാരണം 0 ഫസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ 0
ഇപ്പൊ 1 3 എന്ന് പറഞ്ഞാൽ ഇത് 3 ഡിജിറ്റ് നമ്പർ അല്ല, ഇത് 2 ഡിജിറ്റ് നമ്പർ ആണ്. അതുകൊണ്ടാണ് 0 നമുക്ക് ഏറ്റവും മുന്നിൽ വെക്കാൻ പറ്റാത്തത്. അവിടെ 2 ഓപ്ഷൻസേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഒരു ഡിജിറ്റ് വെച്ച് കഴിഞ്ഞാൽ മൊത്തം 3 എണ്ണമാണുള്ളത്. അതിൽ നിന്ന് ഒരു ഡിജിറ്റ് പോയാൽ ബാക്കി 2 എണ്ണം ആരെ വേണമെങ്കിലും ഇവിടെ വെക്കാം. ഇപ്പൊ ഇവിടെ ഒന്ന് വെച്ചു, ഇവിടെയും ഒന്ന് വെച്ചു. മൊത്തം 3 ഡിജിറ്റ്സ് ആ ഉള്ളത്. ഇപ്പൊ 2 ഡിജിറ്റ് ഇവിടെയും ഒന്ന്, ഇവിടെയും ഒന്ന്, 2 എണ്ണം വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഒരെണ്ണം ഉണ്ട് അല്ലെ. അപ്പോ ഇത്രയും ഓപ്ഷൻസ് ആ വരുന്നത്. 2 into 2 into 1 4 3 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് 0യും 1ഉം 3യും വെച്ച് ഉണ്ടാക്കാൻ പറ്റും. How many 2-digit numbers are there with 0? How many without 0? അപ്പൊ 2-digit numbers വേണം എന്ന് പറഞ്ഞാൽ 2 പ്ലേസസ് ഫില്ല് ചെയ്യണം. ഏത് ഡിജിറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. 0യും യൂസ് ചെയ്യണം അല്ലെ. How many 2-digit numbers are there with 0? 0 ഉള്ള 2-digit numbers എത്രയാണ് ഉള്ളത്? അപ്പൊ 0 എനിക്ക് ഇവിടെ വെക്കാൻ പറ്റുമോ? ഇവിടെ വെക്കരുത്. കാരണം 09 എന്ന് എഴുതിയാൽ അതെനിക്ക് 2-digit നമ്പർ അല്ല. ഇതെനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ 0 വെക്കരുത്. ഇവിടെ വെക്കുന്നതിന് പകരം ഇവിടെ 0 വെക്കാം. ഓക്കെ, 0 വേണം എന്നുള്ളത് ഒരു കണ്ടീഷൻ ആണ്. ഹൗ മെനി 2-digit numbers are there with 0? വിത്ത് 0 എന്ന് പറഞ്ഞത് കൊണ്ട് 0 വേണം. ആ 0നെ എനിക്ക് ഇവിടെ 1 സ്പേസിൽ മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ എനിക്ക് 1 തൊട്ട് 9 വരെയുള്ള ഏത് ഡിജിറ്റ് വേണമെങ്കിലും വെക്കാം. അതായത് 9 ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ അല്ലെ. ഇവിടെ 0 മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അതായത് ഈ അറ്റത്ത് ആ 1 സ്പേസിൽ ആകെ ഒരു നമ്പറെ വെക്കാൻ പറ്റത്തുള്ളൂ അല്ലെ. അപ്പം മൊത്തം എത്രയാ നമ്പേഴ്സ് കിട്ടാൻ ചാൻസ്? 1 into 9 9 നമ്പേഴ്സ് ഉണ്ട്. 2-digit നമ്പേഴ്സ്. അതില് 0 ഉള്ളവര്. ഓക്കെ, 0 ഉള്ള 9 2-digit നമ്പേഴ്സ് ആണുള്ളത്. ഞാൻ അടുത്തത് ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ആർ വിത്തൗട്ട് 0? ഹൗ മെനി 2-digit നമ്പേഴ്സ് അല്ലെ. അപ്പൊ മൊത്തം 2-digit നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു 10 തൊട്ട് 99 വരെയാണ് 2-digit നമ്പേഴ്സ്. അപ്പൊ 99 മൈനസ് 9, അതായത് 90 2-digit നമ്പേഴ്സ് ആണ് ഉള്ളത്. ഇനി ഈ 90 2-digit നമ്പർ ഉള്ളതില് 9 എണ്ണം സീറോസ് ഉള്ളവരാണ്. പക്ഷെ ഇപ്പൊ രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി വിത്തൗട്ട് 0? അപ്പൊ വിത്തൗട്ട് 0 എത്രയാണെന്ന് ചോദിച്ചാൽ വിത്തൗട്ട് 0 എന്ന് പറയുന്നത് മൊത്തം 90 ഉള്ളതില് 9 എണ്ണം പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവരെ കുറച്ച് കളയാം അല്ലെ, സബ്ട്രാക്ട് ചെയ്യാം. ബാക്കി വരുന്നത് 81 ആയിരിക്കും. അപ്പൊ 81 നമ്പേഴ്സ് ഉണ്ട് 2-digit നമ്പേഴ്സ്, സീറോസ് ഇല്ലാത്തതായിട്ട്. How many 3-digit numbers are possible with 2 zeros? അപ്പൊ 3-digit നമ്പേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. അതിനകത്ത് 2 സീറോസ് വേണം അല്ലെ. 3-digit നമ്പർ എന്ന് പറയുമ്പോൾ 3 പ്ലേസ് ഉണ്ട് ഡിജിറ്റ്സ് വെച്ച് ഫില്ല് ചെയ്യാൻ. അതില് 2 സീറോ വേണം. അപ്പൊ ഈ 100 സ്പേസിൽ 0 വെക്കാൻ പാടില്ല. കാരണം 0 3 3 എന്ന് പറഞ്ഞാൽ നമ്മളത് 3-digit നമ്പർ ആയിട്ട് അംഗീകരിക്കില്ല അല്ലെ. ഈ 100 സ്പേസിൽ എപ്പോഴും 0 അല്ലാത്ത ഒരു ഡിജിറ്റ് വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ക്വസ്റ്റ്യൻ അകത്ത് പറഞ്ഞിരിക്കുന്നത് 2 സീറോ വേണമെന്നാണ്. അപ്പൊ ഈ 100 സ്പേസിൽ വെക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ ആ 2 സീറോ ഇവിടെ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ഇവിടെയാണെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത് അല്ല, സീറോസ് 2 എണ്ണേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. 0 കഴിഞ്ഞ് ബാക്കി എത്ര എണ്ണം ഉണ്ട് ഡിജിറ്റ്സ്? 9 ഡിജിറ്റ്സ് ഉണ്ട് അല്ലെ. അപ്പൊ 9 നമ്പേഴ്സ് പോസിബിൾ ആയിരിക്കും. 9 3-digit numbers are possible with 2 zeros. ഓക്കെ, ഇനി സെക്കൻഡ് പാർട്ടിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി 3-digit numbers are there with only 1 zero? ഒറ്റ സീറോ ഉള്ളത് എത്ര എണ്ണം പറ്റുമെന്ന. അപ്പോഴും 3-digit ആ ചോദിക്കുന്നത്. ഈ 3-digitല് 0 എനിക്ക് ഇവിടെ വെക്കാൻ പറ്റത്തില്ല, പക്ഷെ 0 ഇവിടെ വെക്കാം അല്ലെ. 10 പ്ലേസിൽ 0 വെക്കാം. അപ്പം 0 ഒരെണ്ണേ പറ്റത്തുള്ളൂ അല്ലെ, ഒരു 0 പറ്റത്തുള്ളെങ്കിൽ ബാക്കിയുള്ള 9 ഡിജിറ്റ്സിൽ ആ 9ൽ ഏതെങ്കിലും ഇവിടെ വെക്കാം. ബാക്കി 9ൽ ഏതെങ്കിലും ഇവിടെ വെക്കാം. കാരണം റിപ്പീറ്റ് അടിച്ച് ഡിജിറ്റ്സ് വരാൻ പാടില്ല എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. ഇവിടെ വെച്ചിപ്പോ 101 എന്ന് വേണമെങ്കിൽ എഴുതാം. ഇതും 3-digit നമ്പർ ആണ്, ഒറ്റ സീറോയേ ഉള്ളൂ. അപ്പം റിപ്പീറ്റേഷൻ പറ്റും ഡിജിറ്റ്സിന്. അതുകൊണ്ട് ഇവിടെ ഞാൻ ഏതെങ്കിലും 9 ഡിജിറ്റ്സ് ഏതെങ്കിലും ഒരെണ്ണം ഇവിടെ വെക്കാം. ഇവിടെയും എനിക്ക് 9 ഡിജിറ്റ്സ് ഏതെങ്കിലും വെക്കാം. അപ്പൊ 9 into 9 81 നമ്പേഴ്സ് ആണ് ആ ഒരു സെക്ഷനിൽ, അതായത് 10th പ്ലേസിൽ 0 വെച്ചാൽ കിട്ടുന്നത്. ഇനി അതേപോലെ തന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് 3-digit നമ്പർ ആണ് നമ്മുടെ കയ്യിലുള്ളത്. എനിക്ക് 100 പ്ലേസിൽ 0 വെക്കാൻ പറ്റത്തില്ല. 10th പ്ലേസിൽ 0 ഉള്ളത് കണ്ടുപിടിച്ചു. 81 എണ്ണം ഉണ്ട്.
അപ്പൊ വൺസ് പ്ലേസിൽ 0 വെച്ച് കൊടുക്കാം. ഇവിടെ വൺസ് പ്ലേസിൽ 0 വെച്ചാല് 0 കഴിഞ്ഞ് ബാക്കിയുള്ള 9 ഡിജിറ്റ്സ് അതിൽ ഏത് വേണമെങ്കിലും ഇവിടെ വെക്കാം, ഇവിടെയും വെക്കാം. അപ്പൊ 9 × 9 81 അവിടെയും വരും അല്ലെ. അപ്പോ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 3 ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് ഓൺലി 1 0 എന്ന് പറയുന്നത് 81ഉം 81ഉം കൂടി ആഡ് ചെയ്താൽ കിട്ടും. കാരണം ആദ്യം പറഞ്ഞ 81 എന്ന് പറയുന്നത് 10's പ്ലേസിൽ 0 വരുന്ന 3 ഡിജിറ്റ് നമ്പേഴ്സും, പിന്നെ പറഞ്ഞ 81 എന്ന് പറയുന്നത് 1's പ്ലേസിൽ 0 വരുന്ന 3 ഡിജിറ്റ് നമ്പേഴ്സും. അപ്പൊ 81 + 81 ചെയ്താല് 162. 162 ആണ് ഈ സെക്കൻഡ് പാർട്ടിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി തേർഡ് പാർട്ട് നോക്കാം. How many 3-digit numbers are there without any zero? Without any zero. അപ്പം സീറോസ് വരുവാണെങ്കിൽ തന്നെ 2 സീറോസ് വരാം, അല്ലെങ്കിൽ ഒരു സീറോ വരാം അല്ലെ. 3 ഡിജിറ്റ് നമ്പേഴ്സിൽ ഒന്നുകിൽ 2 സീറോ വരാം, അല്ലെങ്കിൽ ഒരു സീറോ വരാം. അപ്പം 2 സീറോയും അല്ലെങ്കിൽ ഒരു സീറോയും ഉള്ള നമ്പേഴ്സ് എത്രയാ മൊത്തം ഉള്ളതെന്ന് നോക്കാം. 2 സീറോ വരുന്ന 9 നമ്പേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യില്. അതുപോലെ ഒരു സീറോ വരുന്നത് 162 നമ്പേഴ്സ് ആണ്, 3 ഡിജിറ്റ് നമ്പേഴ്സ് ആയിട്ട് വരുന്നത്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ 171 വരും അല്ലേ. അപ്പൊ ഈ 171 നമ്പേഴ്സില് ഒരു സീറോ ഉണ്ടാവാം, അല്ലെങ്കിൽ 2 സീറോ ഉണ്ടാവാം. അപ്പൊ ഒരു സീറോ പോലും ഉണ്ടാവരുത് മൂന്നാമത്തെ പാർട്ടിലെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ മൊത്തം എത്രയുണ്ട് 3 ഡിജിറ്റ് നമ്പേഴ്സ്? 999. 999 ആണ് അവസാനത്തെ 3 ഡിജിറ്റ് നമ്പർ. അതിനകത്തു നിന്ന് അവസാനത്തെ 2 ഡിജിറ്റ് നമ്പർ സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ കിട്ടുന്നത് 900. അപ്പൊ മൊത്തം 900 3 ഡിജിറ്റ് നമ്പേഴ്സ് ആ ഉള്ളത്. ഈ 900-ന്ന് ഈ പറഞ്ഞ സീറോസ്, ഒരു സീറോയോ അല്ലെങ്കിൽ 2 സീറോയോ ഉള്ള നമ്പേഴ്സിന്റെ കൗണ്ട് നമുക്ക് സബ്ട്രാക്ട് ചെയ്താൽ സീറോസ് ഇല്ലാത്ത 3 ഡിജിറ്റ് നമ്പേഴ്സിന്റെ നമ്പർ കിട്ടും. ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദെയർ വിത്തൗട്ട് എനി സീറോ എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ 9 വരും, ഇനി ഇവിടെ 2 വരും, ഇവിടെയോ ഇവിടുന്ന് 7 വരും. അപ്പൊ 729 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. How many 2-digit numbers are there with the same digit repeated? ഒരേ ഡിജിറ്റ് റിപ്പീറ്റ് അടിച്ച് വരുന്ന 2 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്നാ ചോദിക്കുന്നത്. അപ്പോ 11 അല്ലെ, 00 എന്ന് പറയാൻ പറ്റത്തില്ല. 11, 22, 33, 44 അങ്ങനെ 99 വരെ വരും അല്ലെ. 2 ഡിജിറ്റ് നമ്പേഴ്സിൽ ഒരേ ഡിജിറ്റ് തന്നെ റിപ്പീറ്റ് അടിച്ച് വരുന്ന 9 നമ്പേഴ്സ് ആണ് കിട്ടുക. ഓക്കെ, ഇതിന്റെ ഇടയിലുള്ള 55, 66, 77, 88 കൂടി എഴുതണം. പക്ഷെ ഞാനിത് പറയുമ്പോൾ എളുപ്പത്തിൽ എത്ര എഴുതിയിട്ടുള്ളൂ. ഇനി ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് ദ സെയിം ഡിജിറ്റ് റിപ്പീറ്റഡ് thrice? അതായത് 3 ഡിജിറ്റും ഒരേപോലെ വരണം അല്ലെ. 3 ഡിജിറ്റ് നമ്പർ ആണുള്ളത്, അതിനകത്ത് 3 ഡിജിറ്റും ഒരേ നമ്പർ വരുന്നതെന്ന് പറയുമ്പോൾ 111, 222, 333 ഇങ്ങനത്തെ നമ്പേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അതും നമുക്ക് 9 നമ്പേഴ്സ് പോസിബിൾ ആയിരിക്കും. 3 ഡിജിറ്റും ഒരേപോലെ വരണമെന്നാണ് കണ്ടീഷൻ. അപ്പൊ അത് 9 നമ്പേഴ്സ് കിട്ടുള്ളൂ. There are some numbers which read the same when the digits are put in the reverse order. For example, 4, 6, 7, 6, 4. 4, 6, 7, 6, 4. ഈ നമ്പർ തിരിച്ചു വായിച്ചാലും 4, 6, 7, 6, 4 ആണ്. മുന്നോട്ടും പിന്നോട്ടും വായിച്ചാൽ ഒരേപോലെ വരുന്ന നമ്പർ. Such numbers are called palindromic numbers. How many 2-digit numbers are palindromes? അപ്പൊ പാലിൻഡ്രോംസ്, അതായത് മുന്നോട്ടും റൈറ്റ് സൈഡിലോട്ടും ലെഫ്റ്റ് സൈഡിലോട്ടും വായിച്ച ഒരുപോലെ വരുന്ന 2 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര ഉണ്ടെന്നാണ് ചോദിക്കുന്നത് അല്ലെ. 2 ഡിജിറ്റ് നമ്പേഴ്സ്, അതായത് മുന്നോട്ടും പിന്നോട്ടും വായിച്ച ഒരുപോലെ വരണമെങ്കിൽ അത് 11, 22, 33, അതായത് 11, 22, 33, 44 അങ്ങനെ 99 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ 9 നമ്പേഴ്സ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. 9 നമ്പേഴ്സ്. ഇനി സെക്കൻഡ് പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ പാലിൻഡ്രോംസ് എന്നാ. 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ 101 പറ്റും, പിന്നെ 111, 111 പറ്റും, 121, 131, 141, 151 ഇതൊക്കെ മുന്നോട്ടും ലെഫ്റ്റ് റൈറ്റും റൈറ്റ് ലെഫ്റ്റും വായിച്ച് ഒരുപോലെ വരും. പിന്നെ 161, 171, 181, 191 അങ്ങനെ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക്? 10 അല്ലെ. ഇത് മൊത്തം തന്നെ 10 നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. 0 തൊട്ട് 0, 1, 2, 3, 4 അങ്ങനെ നടുക്കത്തെ നമ്പർ മാത്രം മാറ്റി കൊടുക്കുന്നേ ഉള്ളൂ.
10 നമ്പേഴ്സ് ഈ ഒരു സെറ്റിനകത്ത് ഇരിപ്പുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ഈ 100 പ്ലേസിലുള്ളയാളെ 1 എന്നാക്കാം, പിന്നെ 20 2 2 1 2 2 2 2 2 3 2 ഇങ്ങനെ മാറ്റി കൊടുക്കാൻ പറ്റും അല്ലേ? അപ്പം 2 വെച്ചിട്ടുള്ള നമ്പേഴ്സ് കിട്ടും, അതുപോലെ 3 വെച്ചുള്ള പാരൻഡ്രോമിക് നമ്പേഴ്സ് ഇതേ പാറ്റേണിൽ മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സെറ്റിനകത്ത് 10 എണ്ണം, അങ്ങനത്തെ എത്ര സെറ്റ് കിട്ടും? 1 2 3 4 അങ്ങനെയുള്ള എല്ലാ ഡിജിറ്റ്സും വെച്ച് 9 ഡിജിറ്റ്സ് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ സെറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. ഒരു സെറ്റിനകത്ത് 10 എണ്ണം വരും. അപ്പൊ 9 × 10 90 ആണ്. ഓക്കെ, ഇതിങ്ങനെ എഴുതി പോകണം, മുഴുവൻ എഴുതാതെ 90 നമ്പേഴ്സ് എഴുതേണ്ടി വരും. അപ്പൊ ഇത് ജനറൽ ആയിട്ട് എഴുതി പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി തേർഡ് പാർട്ടിൽ ചോദിച്ചത് 4 ഡിജിറ്റ് നമ്പേഴ്സിന്റെ കാര്യമാണ്. 4 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പം പാലൻഡ്രോംസ് ആയിട്ട് വരുന്നത് 1001, ഇത് മുന്നോട്ടും വായിച്ച ഒരുപോലെ ഇരിക്കും. പിന്നെ 1111 ഇതും പറ്റും. 1221 1331 1441 1551 1661 ഇതൊക്കെ മുന്നോട്ടും ഒരുപോലെ ഇരിക്കുന്ന നമ്പേഴ്സ് ആണ്. പിന്നെ വരുന്നത് 1771 1881 പിന്നെ 1991 ഇതുപോലെ വരും. ഇനി ഇതിനകത്ത് മൊത്തം ഇപ്പൊ പറയുവാണെങ്കിൽ 1 2 3 4 അങ്ങനെ എണ്ണി നോക്കിയാല് 10 അല്ലെ, 10 സെറ്റ്. ഒരു സെറ്റിനകത്ത് 10 നമ്പേഴ്സ് വരും. ഇതുപോലത്തെ 9 സെറ്റ് ഉണ്ട്. അതായത് ഇവിടെ നമ്മളിപ്പോ യൂസ് ചെയ്തത് 1 സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ 9 വരെ മൂവ് ചെയ്യാൻ പറ്റും അല്ലെ? 1 വെക്കാം, പിന്നെ 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. 9 സെറ്റ്സ് വരും, ഓരോ സെറ്റിലും 10 എണ്ണം വെച്ച്. അപ്പം 9 × 10 90 പാരൻഡ്രോമിക് നമ്പേഴ്സ് തന്നെയാണ് 3 ഡിജിറ്റ് വെച്ചും വരുന്നത്. How many 4-digit numbers can be made using all the digits? 1 2 3 4. അപ്പം 4 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് വേണ്ടത് അല്ലെ? 4 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 4 പ്ലേസ് ഫില്ല് ചെയ്യണം. ഇനി തന്നിരിക്കുന്നത് 1 2 3 4 ആകെ 4 ഡിജിറ്റ്. അതിൽ 4 എണ്ണത്തിന്റെ ഏതെങ്കിലും ഒരെണ്ണം ഇവിടെ വെക്കാം, പിന്നെ ബാക്കി വരുന്ന 3 എണ്ണം, പിന്നെ ബാക്കി 2 എണ്ണം, പിന്നെ ഒരെണ്ണം. ഇങ്ങനെ ഏതെങ്കിലും ഏത് ഡിജിറ്റാന്ന് പറയുന്നില്ല, 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം എന്ന് പറഞ്ഞിട്ടാണ് 4 എഴുതിയത്. 4 × 3 × 2 × 1 ഇത്രയും ഓപ്ഷൻസ് ആണ് കിട്ടുക. 4 × 3 12, 12 × 2 24. സോ 24 നമ്പേഴ്സ് ഈ ഒരു കാറ്റഗറിയിൽ, അതായത് 4 ഡിജിറ്റും ആവണം, ഈ പറഞ്ഞ 1 2 3 4 മാത്രം യൂസ് ചെയ്തിട്ട് തന്നെ 24 നമ്പേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.